കണ്ണൂരിൽ വെള്ളക്കെട്ട് ഉള്ളയിടത്ത് നിന്നൊരു ഗർഭിണിയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. രക്ഷാപ്രവർത്തകർ വളരെ സുരക്ഷിതമായി അവരെ വേറിടത്തേക്ക് മാറ്റുകയാണ്. 2 വീടുകളാണ് ഏകദേശം വലിയൊരു അപകടാവസ്ഥയിൽ ഉള്ളത്. ഇനിയുമൊക്കെ ലൈഫ് ബോട്ടിൽ കയറ്റിയിട്ടുണ്ട്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ഇവരെ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? ഇവരുടെ തന്നെ ബന്ധുവീടുകൾ അടുത്തുണ്ടോ, അതോ ഏതെങ്കിലും സ്കൂളുകളിൽ തൽക്കാലം ഒരു സുരക്ഷാ കേന്ദ്രം ഒരുക്കിയിട്ടുണ്ടോ? ദിവിഷ്, ബന്ധുവീടുകളിലേക്ക് മാറാനാണ് സാധ്യത. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു ഗർഭിണിയുണ്ട്. ഒരു ഗർഭിണി അടക്കമുള്ളവരാണ് വീട്ടിൽ കുടുങ്ങിയത്. പിന്നീട് ഇപ്പോൾ അതിൽ ഗർഭിണിയായവർ ആണ് ഇപ്പോൾ പുറത്തേക്ക്. ചെക്കിച്ചിറ എന്ന സ്ഥലമാണ്. ചെക്കിച്ചിറ എന്നത് കണ്ണൂര് കക്കാടിനോട് ചേർന്ന സ്ഥലം. അവിടെയാണ് ഈ വീടുകളിൽ ഇത്തരം ഗർഭിണി അടക്കമുള്ളവർ കുടുങ്ങിയത്. ഗർഭിണിയുണ്ട്, അവരുടെ ഭർത്താവുണ്ട്, ഒപ്പം തന്നെ ഒരു മകനുണ്ട്. അപ്പോൾ ഈ 3 പേരെയും അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയാണ്. അതിനുള്ള ശ്രമമാണിപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഏതായാലും അവരെ ഈ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കും. ഈ വീടിന് ചുറ്റും വെള്ളമാണ്. അതായത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു വീടായി ഈ വീട് മാറിയിട്ടുണ്ട്. അതിഭീകരമായ വെള്ളമാണ് ഇവിടേക്ക് എത്തിയത്. കാരണം പുഴയോട് ചേർന്ന പ്രദേശമാണ്. എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളം ഉണ്ടാകാറുണ്ട്. 2018 വീട് മുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതിപ്പോൾ വീടിന് ചുറ്റുമാണ് ഈ രീതിയിൽ വെള്ളം കയറിയത്. അങ്ങനെ വെള്ളം കയറി ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ നമുക്കറിയാം, മഴക്കാലം എന്ന് വെച്ചാൽ ജൂൺ മാസമായില്ല, അതിനു മുൻപ് തന്നെ ശക്തമായ മഴ ഉണ്ടായി. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി ഇവരുടെ വീടുകളിലേക്ക് ചെറിയ രീതിയിൽ വീടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങി. എന്നാൽ അതിനുശേഷം ഒരു രാവിലെ പുലർച്ചയോടുകൂടിയാണ് വീടിൻ്റെ ചുറ്റും വെള്ളം നിറഞ്ഞത്. അങ്ങനെയാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവിടെയുള്ള ഒരു 3-4 വീടുകൾ ഒറ്റപ്പെട്ടു പോയത്. അതിൽ ഒരു വീട്ടിലാണ് ഈ ഗർഭിണി അടക്കം ഉള്ളത്. അവരെയാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത്. അതിനുള്ള ശ്രമം, അതായത് ഒരു വീട്ടിൽ നിന്നും കുറച്ച് പേരെ പുറത്തേക്ക് എത്തിച്ചു. ഇനി അടുത്ത വീട്ടിൽ നിന്നും പിന്നീടുള്ള ആളുകളെ ഈ ഡെങ്കി ബോട്ടുകളിലേക്ക് മാറ്റി സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. കാരണം ഇതിപ്പോൾ എല്ലാ വശത്തും വെള്ളം ചുറ്റപ്പെട്ടു. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ട് ഇങ്ങനെ മാറുന്നിടത്തൊക്കെ പോള പോലെയുള്ള ചെടികൾ കിടക്കുകയാണല്ലോ, അത് ഒഴുകി വന്നതാണോ അതോ ചതുപ്പ് സ്ഥലമാണോ ചുറ്റും? ചതുപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഒരു വശത്ത് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം നേരത്തെ ഉണ്ട്. ചേട്ടാ, ഇവിടെ എല്ലാ വർഷവും ഇത് ഇങ്ങനെ ഉണ്ടാകും? എല്ലാ വർഷവും എല്ലാ വർഷവും ഉണ്ടാകും. ഈ കോളങ്ങളൊക്കെ കാണുന്നത് ഇത് വയലാണ്. കക്കാട് ചെക്കിച്ചിറ എന്ന് പറയുന്ന സ്ഥലമാണ്. വാദേവി സ്കൂളിന്റെ ഇതിപ്പോ ഈ വെള്ളം ഈ മഴക്കാലത്ത് എല്ലാ വർഷവും ഇതേമാതിരി മഴ കൂടുതലാകുമ്പോൾ കയറുന്നതാണ്. പരിഹരിക്കാൻ വേണ്ടി ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇത് വെള്ളം ഏറ്റവും ബന്ധപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേങ്കിൽ ഈ വൈശാഖ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതാണ് നാട്ടുകാർ പറയുന്നത്. ഇത് വയൽ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ രീതിയിൽ എല്ലാ പ്രാവശ്യവും വെള്ളം കയറാറുള്ളത്. അങ്ങനെ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജൂൺ ആയില്ല, മെയ് അവസാനം ആകുമ്പോഴേക്കും ഈ രീതിയിൽ വെള്ളം ഉയർന്നു. അങ്ങനെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആ വെള്ളക്കെട്ട് രൂപപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ കുടുംബങ്ങൾ, ഗർഭിണി അടക്കമുള്ളവർ ഇവിടെ ഒറ്റപ്പെട്ടത്. അവരെയാണ് പുറത്തേക്ക്, അതായത് എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിൻ്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്, അങ്ങനെ ബാധിതരുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ ഈ ഡെങ്കി ബോട്ടിലേക്ക് മാറ്റി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ വീടിൻ്റെ മുറ്റത്ത് വരെയാണ് വെള്ളം. അതായത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വെള്ളം കയറിയിട്ടില്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് വെള്ളം കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഇവരെ ഈ ഫയർഫോഴ്സിന്റെ ഡെങ്കി ബോട്ട് ഇവിടെ എത്തിച്ച് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും പാടത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെ എല്ലാ കൊല്ലവും ഇതേപോലെ വെള്ളം കയറുന്ന സ്ഥലമാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു പരിഹാര മാർഗമൊന്നും സാധ്യമല്ല എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. താഴ്ന്ന ഇടങ്ങളാണ്, പുഴയിൽ നിന്നൊക്കെ വെള്ളം കയറാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ
സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക എന്നതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവരെ സുരക്ഷിതമായി തന്നെ മാറ്റുന്നുണ്ട്. ഫെലിക്സ്, ഇപ്പൊ ഈ സ്ഥലമല്ലാതെ ഇവിടെ ഇപ്പൊ ഈ 2 വീടുകളാണോ പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു അപകടാവസ്ഥയിൽ പെട്ടുപോയത്? വേറെ വീടുകളൊക്കെ ഇതേപോലെ വെള്ളം കയറിയിട്ടുണ്ടോ? നിമിഷം 2 വീടല്ല, ഈ പ്രദേശത്ത് 4, 5 വീടുകൾ, 7 വീടുകളുണ്ട്. അപ്പോൾ 7 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 2-3 വീടുകളാണ് പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ളത്. ഇത് പുറത്തേക്ക് നടന്നിറങ്ങി വരാൻ കഴിയാത്ത അവസ്ഥയിൽ, വഴിയടക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് അത് വെള്ളം നിറഞ്ഞു. അപ്പോൾ വെള്ളം ആഴത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നടന്നു വരാൻ കഴിയാത്ത അവസ്ഥ ഉള്ളത് 1, 2, 3 വീടുകൾക്കാണ്. അപ്പോൾ ആ വീടുകളിലുള്ള ആളുകളെയാണ് ഇപ്പോൾ ഡിങ്കി ബോട്ടുകളിൽ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തേക്ക് എത്തിക്കുന്നത്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണിയുണ്ട്. അപ്പോൾ അവരെയൊക്കെ വളരെ വേഗം തന്നെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഫയർഫോഴ്സ് അടിയന്തരമായി ഇവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുഴയോട് ചേർന്ന പ്രദേശമാണ്. മാത്രമല്ല ഈ അതിവേഗം വെള്ളം കയറുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഈ രീതിയിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഇതിപ്പോ ഫെലിക്സ്, ഇവിടെ ഇങ്ങനെ അപകടകരമായ അവസ്ഥയിൽ ഇവർ കുടുങ്ങിപ്പോയി എന്ന വിവരം അധികൃതരെ എങ്ങനെയാണ് അറിയിച്ചത്? വെള്ളം കൂടുതലായി എത്തുന്നു എന്നറിഞ്ഞ് ഇവർ തന്നെ സഹായം അഭ്യർത്ഥിക്കായിരുന്നോ? തീർച്ചയായിട്ടും ഇവർ തന്നെ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചു. പ്രത്യേകിച്ച് ഗർഭിണി അടക്കമുള്ളവർ ഉള്ളത് കൊണ്ട് എത്രയും വേഗം പുറത്ത് എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് നേതൃത്വം നൽകുന്നത്. നേരത്തെ നമ്മൾ രാവിലെ ഇവിടെ വന്നിരുന്നു. രാവിലെ ഇവിടെ വന്ന സമയത്ത് ഇത്രയും വെള്ളമുണ്ട്. പക്ഷേ വെള്ളമുണ്ടെങ്കിൽ കൂടി ആളുകൾക്ക് വലിയ ആശങ്ക ആ സമയത്ത് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വീണ്ടും മഴ ഇങ്ങനെ തോരാതെ നിൽക്കുന്നു. അങ്ങനെ വീണ്ടും വെള്ളം കയറുന്ന ഒരു അവസ്ഥ, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു രക്ഷാപ്രവർത്തനം ഇവരുടെ ഈ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ആ കുടുംബത്തിലെ ആ വീടുകളിലുള്ളവരെ പരമാവധി പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ പേരെ ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമാവധി ആളുകളെ, അതായത് ഡിങ്കി ബോട്ടുകളിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തേക്ക് എത്തിക്കേണ്ട ആളുകൾ, അത്ര അടിയന്തര ആവശ്യമുള്ളവരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ളവർക്ക് പുറത്തേക്ക് നടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയുള്ളവർക്ക് അങ്ങനെ പോകാൻ കഴിയുന്നുണ്ട്. അല്ലാത്തവർ ഉള്ളതുകൊണ്ടാണ് ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടിനെ അടക്കം ഇവിടെ ഏർപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നത്. ശക്തമായ മഴ ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഇപ്പോഴും ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ തോരുന്നു എന്നതിനപ്പുറത്തേക്ക് അതിശക്തമായ മഴയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. മഴ മാറിയാൽ മാത്രമേ വലിയ ആശ്വാസം ഉണ്ടാകുകയുള്ളൂ. കണ്ണൂരിലെ ചിക്കിച്ചിറ എന്ന ഭാഗത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ഏകദേശം 7 വീടുകളാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഗർഭിണി അടക്കം അല്ലെങ്കിൽ ഈ വെള്ളത്തിലൂടെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവരെയും ബോട്ട് ഉപയോഗിച്ച് ഫയർഫോഴ്സ് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ വെള്ളം കയറുന്ന ഒരു ഇടം തന്നെയെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. എന്തെങ്കിലും അപകടാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുകയോ വെള്ളം കൂടുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിയന്തരമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ ഫയർഫോഴ്സിലേക്കോ പോലീസിലേക്കോ സാധ്യമായ ആദ്യം അറിയിക്കാൻ കഴിയുന്ന എവിടെയാണോ അവിടേക്ക് അറിയിക്കുക, സുരക്ഷിതരാവുക എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു.